പെരുന്നാൾ ആഘോഷങ്ങൾക്കിടയിലും പ്രചാരണ തിരക്കിൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥികൾ പൊതുപര്യടനങ്ങൾ ഒഴിവാക്കി വോട്ടർമാരെ നേരിൽ കണ്ടായിരുന്നു LDF UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. പോത്തുകൽ പഞ്ചായത്തിലായിരുന്നു NDA സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പര്യടനം. PV അൻവറും പ്രചാരണ രംഗത്ത് സജീവം. പെരുന്നാൾ നമസ്കാരത്തിന് പള്ളികളിലെത്തി വിശ്വാസികളെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥി ആര്യൻ ഷൌക്കത്ത് രാവിലെ 7:30 മിനർവപ്പടി സലഫി മസ്ജിദിലെത്തി പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്തു. പാട്ടക്കരിമ്പ് ആദിവാസി നഗറിലുള്ളവർക്കൊപ്പമായിരുന്നു ഇന്നത്തെ പെരുന്നാൾ ഭക്ഷണം. ഈ ബലിപെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു ത്യാഗത്തിന്റെ, ആത്മസമർപ്പണത്തിന്റെ, സഹനത്തിന്റെ ഒരു ഓർമ്മ പുതുക്കലാണ് പെരുന്നാൾ. എല്ലാവരെയും കുടുംബങ്ങളെ സന്ദർശിക്കുക, പിന്നെ അതേപോലെ തന്നെ അസുഖമായവരെ, ബാക്കിയുള്ളവർക്ക്, അതൊക്കെ തന്നെയാണ് ഈ പെരുന്നാൾ ദിവസവും പ്രധാനമായിട്ടും പറയുന്നത്. രാവിലെ ചന്തക്കുന്ന് ജുമാ മസ്ജിദിൽ ഈദ്ഗാഹിലെത്തിയ ആളുകളെ കണ്ടാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടത്. പോത്തുകലിലെ സ്വന്തം നാട്ടുകാരോടൊപ്പമായിരുന്നു സ്വരാജിന്റെ പെരുന്നാൾ ആഘോഷം. സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം ഇങ്ങോട്ട് ഓരോ ദിവസവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഇടതുമുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പിന്തുണയും ഐക്യദാർഢ്യവും സ്നേഹപ്രകടനങ്ങളും ഒക്കെയാണ് നാട് തന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ എടക്കര ജമാഅത്ത് പള്ളിയിൽ പെരുന്നാൾ നിസ്കാരത്തിനെത്തി. പിന്നീട് സമീപത്തെ പള്ളികളിലേക്ക് അടക്കമെത്തി വോട്ടർമാരെ നേരിൽ കണ്ടു. മുത്തേടം പഞ്ചായത്തിലെ നിർമ്മല ഭവൻ വൃദ്ധസദനത്തിലായിരുന്നു അൻവറിന്റെ പെരുന്നാൾ ആഘോഷം. അന്തേവാസികളോടൊപ്പമായിരുന്നു ഭക്ഷണം. വലിയ കുടുംബങ്ങൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അങ്ങാടികളൊക്കെ ആളുകൾ, ഗ്രാമങ്ങളല്ലേ, സ്വറ പറയാനും ഇറങ്ങും. അപ്പോൾ പോക്കറ്റുകളിലൊക്കെ പോവുക, സുഖല്ലേ, അവരെ കാണാം, അത്രേ ഉള്ളൂ. പോത്തുകൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പരസ്യ പ്രചാരണത്തിലാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സ്ഥാനാർത്ഥിയോടൊപ്പം ഇന്ന് മണ്ഡലത്തിൽ സജീവമായി ഉണ്ടായിരുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ബലിപെരുന്നാൾ ആശംസകൾ. പെരുന്നാൾ കഴിഞ്ഞ് പൊതുയോഗങ്ങളും പഞ്ചായത്ത് പര്യടനങ്ങളും വാഹന പ്രചാരണ ജാഥകളുമൊക്കെയായി മണ്ഡലത്തിൽ സജീവമാകാനാണ് മുന്നണികളുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് അടക്കം നിലമ്പൂരിലെത്തും. ടീം 24 നിലമ്പൂർ.